നമസ്കാരം. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ പലതും യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാങ്കയുടെ പ്രവചനങ്ങൾക്ക് വളരെയേറെ ശ്രദ്ധ ലഭിക്കാറും ഉണ്ട്. മരണശേഷവും വങ്ക പ്രവചിച്ചതാണെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. 9/11 ആക്രമണവും ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും പോലുള്ള സുപ്രധാന ചരിത്ര സംഭവങ്ങൾ വങ്ക പ്രവചിച്ചതായാണ് പറയപ്പെടുന്നത്. 1911 ജനിച്ച വങ്ക തന്റെ അസാധാരണമായ കഴിവുകൾക്ക് ചെറുപ്പത്തിലെ പേരുകേട്ടതാണ്. വർഷങ്ങളായി അവരുടെ പ്രവചനങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുകയും കൗതുകപ്പെടുത്തുകയും സ്വാധീനിക്കുകയും എല്ലാം ചെയ്തിട്ടുമുണ്ട്. 2025 കുറിച്ച് ബാബ വങ്ക നടത്തിയ പ്രവചനങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിലെ പുരോഗതി മുതൽ അന്യഗ്രഹ ജീവികളുടെ വരവ് വരെ വങ്ക പ്രവചിച്ചിട്ടുണ്ട്. യൂറോപ്പ് തകരും എന്നൊരു പ്രവചനമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. 2025 സംഭവിക്കുമെന്ന് വങ്ക പറയുന്ന ഒന്നാണ് യൂറോപ്പിന്റെ തകർച്ച. യൂറോപ്പ് ഗുരുതരമായ ആഭ്യന്തര സംഘടനകൾ നേരിടേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇത് ഗണ്യമായ നാശത്തിനും ജനസംഖ്യ കുറയുന്നതിനും ഇടയാക്കും. ഈ പ്രവചനങ്ങളുടെ വിശദാംശങ്ങൾ അവ്യക്തമായി തുടരുകയാണ്. സാധ്യമായ ആഭ്യന്തര കലഹങ്ങളെക്കുറിച്ചും ഭൂഖണ്ഡത്തിൽ അതിൻ്റെ ശാശ്വതമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സംവാദങ്ങളും ആശങ്കകളും ഈ പ്രവചനം ഉയർത്തുന്നുണ്ട്. 2025 ആരോഗ്യ പരിപാലന രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ ബാബ വങ്ക പ്രവചിക്കുന്നുണ്ട്. അവരുടെ പ്രവചനങ്ങളിൽ ലാബ് സൃഷ്ടിച്ച അവയവങ്ങളുടെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കുള്ള നൂതന ചികിത്സകളും ഉൾപ്പെടുന്നുണ്ട്. ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷേമം മെച്ചപ്പെടുത്തും എന്നാണ് പ്രവചിക്കുന്നത്. മനുഷ്യർ മറ്റ് ലോകങ്ങളിൽ നിന്നുള്ള ജീവികളുമായി സമ്പർക്കം പുലർത്തുന്നതിനോ അന്യഗ്രഹ ജീവിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അനുഭവിക്കുന്നതിനോ ഉള്ള സാധ്യതയെക്കുറിച്ചും വങ്ക പ്രവചിക്കുന്നുണ്ട്. അത്തരം കണ്ടുമുട്ടലുകൾ മനുഷ്യരാശിക്ക് അഗാധമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രപഞ്ചത്തെയും അതിനുള്ളിലെ നമ്മുടെ സ്ഥാനത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ബാബ വങ്ക പ്രവചിക്കുന്നത്. ബാബ വങ്ക 2025 ദുരന്തങ്ങളുടെ ഒരു പരമ്പരയുടെ ആരംഭം പ്രവചിക്കുന്നുണ്ട്. അതിനെ അപ്പോകാലിപ്സിന്റെ തുടക്കം എന്നവർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ മാനവരാശിയുടെ പൂർണ്ണമായ വംശനാശത്തിലേക്ക് നയിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ആഗോള വെല്ലുവിളികളുടെയും പരിവർത്തനങ്ങളുടെയും തുടക്കത്തെ അവ സൂചിപ്പിച്ചേക്കാം.